പശ്ചിമേഷ്യൻ സംഘർഷം അയവിലേക്ക് ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ച ഈ ആഴ്ച നടക്കാൻ സാധ്യത. യുദ്ധത്തിലേക്കുള്ള മടക്കം ഒഴിവാക്കാൻ താൽക്കാലികമായ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ ഇരുപക്ഷവും തീരുമാനിച്ചതായാണ് റിപ്പോർട്ട്. അതേസമയം ഇസ്രയേലും ലെബനനും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു. മാസങ്ങൾ നീണ്ട ആക്രമണങ്ങൾക്കും ഉപരോധങ്ങൾക്കുമൊടുവിൽ ഇറാന്റെ ഉറച്ച നിലപാടുകൾക്ക് മുന്നിൽ നയതന്ത്രപരമായ വിട്ടുവീഴ്ചകൾക്ക് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നിർബന്ധിതമായിരിക്കുകയാണ്. സമഗ്രമായ കീഴടങ്ങൽ കരാറിന് പകരം കേവലം ഒരു താൽക്കാലിക ധാരണാപത്രത്തിലേക്ക് ഒതുങ്ങിയത് അമേരിക്കയുടെ രാഷ്ട്രീയ പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ആണവ പദ്ധതികൾ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന അമേരിക്കയുടെ ദീർഘകാലത്തെ കടുംപിടുത്തം ഇസ്ലാമാബാദിലെ ചർച്ചകളിൽ ഇറാൻ തകർത്തു. 20 വർഷത്തെ ആണവ നിയന്ത്രണമെന്ന അമേരിക്കൻ ഡിമാൻഡിന് പകരം 3 മുതൽ 5 വർഷം വരെയുള്ള കാലാവധി മാത്രമാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ട യുറേനിയം പൂർണ്ണമായും രാജ്യം കടത്തണമെന്ന ആവശ്യത്തിൽ നിന്നും അമേരിക്കയ്ക്ക് പിന്തിരിയേണ്ടി വന്നു. മെഡിക്കൽ ആവശ്യങ്ങൾക്കായി യുറേനിയം കൈവശം വെക്കാനുള്ള ഇറാന്റെ അവകാശം അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറായത് ഇറാന്റെ നയതന്ത്ര വിജയമാണ്. ആഗോള എണ്ണ വിപണിയുടെ ശ്വാസം മുറിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ട ഇറാന്റെ നടപടി ട്രംപ് ഭരണകൂടത്തെ സാമ്പത്തികമായി തളർത്തി. എണ്ണവില കുതിച്ചുയർന്നതും പണപ്പെരുപ്പം വർദ്ധിച്ചതും അമേരിക്കയിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഒടുവിൽ മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികൾ തിരികെ നൽകിയാൽ മാത്രമേ കടൽപ്പാത തുറക്കൂ എന്ന ഇറാന്റെ കർശന വ്യവസ്ഥയ്ക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് വഴങ്ങേണ്ടി വന്നിരിക്കുകയാണ്. സായുധ പോരാട്ടത്തിലൂടെ ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന അമേരിക്കൻ മോഹങ്ങൾ പാളിപ്പോയിരിക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.